ഉള്ളത് നമ്മുടെ പനമ്പൽ നഗറിലുള്ള CS സിഗ്നേച്ചർ ബൈ ക്ലബ് സുലൈമാനിയാണ്. യെസ്, ഓഫ് കോഴ്സ് ഇവിടുത്തെ ഇഫ്താർ ബഫറ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ തന്നെ വന്നേ. ലേക്കിനോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വരുന്നത്. നോമ്പ് തുറയുടെ സമയത്തുള്ള സ്നാക്സ് ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കുറെ ഐറ്റംസ് ഉണ്ട്, ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, ദെൻ ഡേറ്റ്സ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. മെയിൻ ഐറ്റംസ് ഒക്കെ മേലെയാണ്. ആൻഡ് വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫറ്റിന്, അതായത് ഇഫ്താർ ബഫറ്റിന് ഇവിടെ 699 ആണ്. ആൻഡ് 10 ദിവസത്തിന് താഴെ കുട്ടികൾക്ക് 399 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു വൈബും ഫുഡൊക്കെ എൻജോയ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ചായ് ടോക്സിലെ ഏറ്റവും ഫുഡ് ബ്ലോഗാണ് ഇപ്പോൾ ക്ലബ് സുലൈമാനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, 3 ടൈപ്പ് ഓഫ് ജ്യൂസസ് ആണ്. നരുന്നണ്ടി, ദെൻ വാട്ടർമെലൺ, ദെൻ മീൻ. ആൻഡ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സംഭവങ്ങൾ ഫ്രൂട്ട്സ് ഉണ്ട്, പൈനാപ്പിൾ ആൻഡ് വാട്ടർമെലൺ, ദെൻ നമ്മുടെ ഉള്ളിപ്പച്ചി, ദെൻ കട്ട്ലറ്റ്. ഈ സംഭവങ്ങൾ മെയിനായിട്ടും ഈ ഇഫ്താർ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടാവും. ഇപ്പൊ കാലിക്കറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ എനിക്ക് യുനോ നമ്മൾ കഴിക്കും ഫുൾ കുറേ വിഭവങ്ങളുണ്ടാവും. അപ്പൊ എന്റെ മെയിൻ വരാനുള്ള ഒരു ഇന്റൻഷൻ തന്നെ ഈ വെറൈറ്റി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സംഭവം 2 ഡേറ്റ്സ് ഉണ്ട്. ഇതെന്താന്ന് പറയുമ്പോ ഒരു പ്ലേറ്റ് ഞാൻ കഴിച്ചു. അപ്പൊ ആ സമയത്ത് ഷൂട്ട് ചെയ്തില്ല, അതിന്റെ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ടർമെലൺ, പൈനാപ്പിൾ ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, ഈ വക സംഭവങ്ങളാണ്. ഇത് കണ്ടോ നമ്മുടെ കുട്ടി സമോസ. ഇത് എന്താ മറ്റേ റോള് പോലത്തെ സംഭവം. ദെൻ 2 ഡേറ്റ്സ്. ഓക്കെ, മെയിൻ കോഴ്സിലോട്ട് മേലെ പോകുന്നുള്ളൂ. ഓക്കെ, നൈസാ ഗൈസ്. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീസ് ആണ്. ഇതിൽ ഞാൻ ഇതൊന്നും ആക്ച്വലി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ഇതിൽ നിന്ന് കുറച്ചൊന്ന് ട്രൈ ചെയ്യാൻ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ വൈൻ സുലൈമാനി ഉണ്ട്, വൈറ്റ് ടീ ഉണ്ട്, സ്കിം ഹൈ എലിവേറ്റഡ്, വൈൻ എർലി ഗ്രേ. എത്ര ടൈപ്പ് ചായയാന്നറിയോ? റോയൽ ബ്ലൂ സുലൈമാനി. സുലൈമാനി നമ്മുടെ ഉസ്താദ് ഹോട്ടലിൽ എല്ലാവർക്കും അറിയാം. സുലൈമാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മുഹബത്ത് വേറെ തന്നെയാണ്. സുലൈമാനി ഫാൻസ് ഒരുപാട് ഉണ്ടാവും എനിക്കറിയാം. ഞാനും ഒരു സുലൈമാനി ഫാനാണ്. ആൻഡ് ഗ്രീൻ ടീ, ജപ്പാൻ മൂൺലൈറ്റ്, ഡാർജിലിംഗ്, കുറേ സംഭവങ്ങളുണ്ട്. ആൻഡ് ശ്രീലങ്ക, എന്താ റുഹുന റീജിയൻ ടീ ശ്രീലങ്ക. ആൻഡ് ഗ്രീൻ ടീ, അശ്വഗന്ധ സുലൈമാനി. ഞാൻ ആദ്യം വിചാരിച്ചു, പെട്ടെന്ന് ഒറ്റ സൈറ്റിൽ ഞാൻ നോക്കി കഴിയുമ്പോൾ നീലഗിരി എയർലി സ്പ്രിംഗ്. ഞാൻ ആദ്യം പെട്ടെന്ന് വിചാരിച്ചു കൈൻഡ് ഓഫ് മസാലാസ് ആണെന്നാണ്, പക്ഷെ മസാലാസ് അല്ല, ഇത് ടൈപ്പ് ഓഫ് ടീസ് ആണ്. നമുക്ക് ഇവിടെ ക്ലബ് സുലൈമാനിയിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ക്ലബ് സുലൈമാനി പറയുന്നത്. ബിക്കോസ് ക്ലബ് സുലൈമാൻ ഇവിടെ വന്ന് കൊച്ചിയിൽ പനമ്പൽ നഗറിൽ വന്നു കഴിഞ്ഞാൽ ക്ലബ് സുലൈമാനെ ട്രൈ ചെയ്യാതെ ആരും പോകുന്നത്. ബിക്കോസ് അത്രയും ടീ ഉണ്ട് ഇവിടെ, വെറൈറ്റി ഓഫ് ടീസ്. യെസ്, കണ്ടല്ലോ. ആക്ച്വലി നല്ല തിരക്കാണ്, നല്ല റഷാണ് ഇവിടെ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന സംഭവം എന്തൊക്കെയാന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇപ്പൊ ക്യാമറമാൻ നടും കുത്തി വീഴും. ഇവിടെ വായോ, കാണിച്ചു തരാം. ഇത് നമ്മുടെ ചിക്കൻ സൂപ്പ് ആൻഡ് ഹമൂസ്. ഹമൂസ് ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. ഹമൂസ് ഇഷ്ടമുള്ള ഒരു കമന്റിയാണ്, ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ദെൻ യോഗേർട്ട് ആണ്. ദെൻ ഇത് നമ്മുടെ മഷ്റൂം ചീസിന്റെ ഒരു സംഭവം. ആൻഡ് ഇത് ഗ്രീക്ക് ചിക്കൻ സാലഡ്, ഇതും നോർമൽ സാലഡ്. അപ്പോൾ സാലഡിന്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു മേലെ. അപ്പൊ അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആൻഡ് വിത്ത് ചിക്കൻ സൂപ്പ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇതിലിപ്പോൾ ഞാൻ കഴിക്കാത്ത സംഭവം പുതിയതായി ട്രൈ ചെയ്തത് ഒന്നും നമ്മുടെ ഈ മഷ്റൂം ചീസിൻ്റെ സംഭവം. ദെൻ ഗ്രീക്ക് സാലഡ് ഉണ്ട്, ഗ്രീക്ക് യോഗർട്ട് സാലഡ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, എനിക്കിഷ്ടമായി. ആ ചീസും മഷ്റൂമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഈ സാധനം ഇഷ്ടമാവും. ആൻഡ് എഗെയിൻ ഞാൻ ബാക്ക് ടു ബാക്ക് യോഗർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് യോഗർട്ടാണ്. പൊമോഗ്രാനൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പൊതുവെ തൈര് എൻ്റെ ഫേവറേറ്റ് ആണ്, പ്രത്യേകിച്ച് മിൽക്കി മിസ്റ്റിൻ്റെ തൈരില്ലേ. യോഗർട്ട് ഇഷ്ടമാണ്, ഇതിഷ്ടമാണ്, ഹമൂസ് ഇഷ്ടമാണ്. തൈരൊക്കെ ആക്ച്വലി വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് നല്ല തണുത്ത തൈര് സംഭാരമൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്പർ 3 ഗൈസ്, ചിക്കൻ സൂപ്പ്, ക്ലിയർ ചിക്കൻ സൂപ്പ്. നോക്കാം, നൈസാക്കാം, സീരിയസ് നല്ല തോന്നുന്നു. Really yummy. നമ്മുടെ ക്ലബ് സുലൈമാനിയുടെ റൂഫിൽ മെയിൻ ടോപ്പിലാണ് വന്നിരിക്കുന്നത്. താഴെ നല്ല റെസ്റ്റാണ് അത്യാവശ്യം. അപ്പം ഞാൻ ഈ ഒരു സ്ഥലം കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു വിചാരിച്ചു. ഇത് അറിയാലോ, പ്രയർ
സൈഡാണ്. പിന്നെ ഈ ഒരു ഏരിയ ആണുള്ളത്. നമുക്കിവിടെ ഗ്രൂപ്പായിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. നല്ല രസമുണ്ടല്ലേ, നല്ല വൈബുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്സും ഫുഡ് സെറ്റിംഗ് ഒക്കെ ആയിട്ട് ഞാൻ മെയിൻ കോഴ്സിലോട്ട് പോയി. മെയിൻ കോഴ്സിലോട്ട് പോയപ്പോഴും പാസ്ത, റൈസ്, ദെൻ ബീഫിൻ്റെ ഐറ്റം, ഫിഷിൻ്റെ ഐറ്റം, അതേപോലെ തന്നെ പാസ്റ്റയോടൊപ്പം എഗെയിൻ മൈ ഫേവറേറ്റ് ഹമ്മൂസ് എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് സ്പൂൺ എടുക്കാൻ മറന്നു പോയിട്ട് വരാം. റൈസ് ഐറ്റം, റൈസ് ഉണ്ട്, പത്തിരി ഉണ്ട്, ഫിഷ് ഐറ്റം ഉണ്ട്, ദെൻ രണ്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ കോഴ്സ് വരുന്നത്. ഇപ്പം ആസ് ഓഫ് നൗ ടേസ്റ്റ് ചെയ്തത് 5 അവർ ഡബിൾ നയൻ നമ്മൾ ഫൈനലി ഡെസേർട്ട് സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ചപ്പാത്തി ആൻഡ് ഹണി യോഗട്ട്, ഫ്രൂട്ട് കസ്റ്റേർഡ്. ഹണി യോഗട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് ഒരു ഫുഡ്, അതായത് ഇഫ്താർ ബർഗർ, നമ്മുടെ സിഗ്നേച്ചർ ബൈ ഫ്ലെക്സുലൈമാനിലെ ഇഫ്താർ ബർഗർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. 699 ആണ്. ആൻഡ് ബിലോ 10 ആയിട്ടുള്ള കുട്ടികൾക്ക് 399 ആണ്. ഇതിവിടെ മാത്രമല്ല ഉള്ളത്, കാലിക്കറ്റ് ഉണ്ട്, മലപ്പുറത്തുണ്ട്, പരപ്പനംതിട്ട. ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു അടിപൊളി ഈവനിങ് തന്ന ഫ്ലെക്സുലൈമാനിക്ക് താങ്ക് യു സോ മച്ച്. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പരപ്പനംതിട്ട വരുമ്പോൾ ഇവിടെ കയറാനായിട്ട് മറക്കരുത്. നേരത്തെ പറഞ്ഞ മാതിരി ഫ്ലെക്സുലൈമാനി എന്നുള്ളൊരു വേർഡ് നെയിം തന്നെയാണ്. ലോട്ട് ഓഫ് മീൻസ് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഏതൊക്കെ സ്ഥലത്തുണ്ട് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ. ചായ് ടോക്സ് ബൈ. ഗുഡ് ബൈൻഡിങ്. ലവ് യു ഓൾ. ടേക്ക് കെയർ.